എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഈ വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് നമ്മൾ എവിടെ നിന്നാണ് വെച്ചതെന്ന്. ഈ വണ്ടിയുടെ ഇൻഫോർടൈൻമെന്റ് നമ്മൾ ഷോറൂമിൽ നിന്നാണ് വെച്ചത്. ഈ വണ്ടി എടുത്ത സമയത്ത് ക്യാമറയുള്ള വണ്ടി ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടുമായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയുള്ള വണ്ടി എടുക്കുന്നതിനെക്കാട്ടും നല്ലതെന്ന് വെച്ചാൽ ക്യാമറ എല്ലാ വണ്ടിക്കും ഉണ്ട്. ഇൻഫോർടൈൻമെന്റോട് ഉള്ള വണ്ടിക്ക് ആ സമയത്ത് 2023 കാര്യമാണ് ഈ പറയുന്നത്. ആ സമയത്ത് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ എന്നാ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000 രൂപ 25,000 എക്സ്ട്രാ കൊടുത്തിട്ട് ഷോറൂമിൽ നിന്ന് തന്നെ വെച്ച ഒരു ഇൻഫർടൈൻമെന്റ് ആണിത്. പക്ഷെ ഇത് ആദ്യമേ അവർ തന്ന ക്രോസ് ലിങ്ക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരുന്നു. പക്ഷെ അതിനകത്തിൽ എനിക്ക് അത്ര വലിയ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ബാക്ക് ക്യാം എല്ലാം ഇടുന്നതെല്ലാം ഭയങ്കര ക്ലിയർ ആണ്, ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അവിടെ വെയിലും കൊണ്ടായി കാണാത്ത കേട്ടോ. അപ്പോൾ ബാക്ക് ക്യാം ഒക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്തിൽ ഫോൺ കണക്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ക്രോസ് ലിങ്ക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അതിനെന്തോ ഒരു ചൈനീസ് ആപ്പായിരുന്നു തന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ ഞാൻ പറഞ്ഞത് പോരാ, എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ അന്ന് MK മോട്ടോഴ്സിൻ്റെ ഷോറൂം തിരുവല്ല കുറ്റൂരോ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞതിന് പ്രകാരം ബ്ലൗപുങ്ക്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ, ഒരു ജർമ്മൻ കമ്പനിയുടെ, അത് നല്ല കമ്പനി കേട്ടോ. ഇത് ബ്ലൗപുങ്ക്റ്റ് ടെമ്പാബെ 980 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പം ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ നെറ്റിലൊക്കെ നോക്കി ഈ സംഭവം എങ്ങനെയാണ് അപ്ഡേറ്റ് ഒക്കെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കണക്ട് ചെയ്യാൻ കാർബിറ്റ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അല്ലാതെ ബ്ലൂടൂത്ത് വഴിയായിട്ട് കണക്ട് ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയാണെങ്കിൽ ഒരു മോഡം വാങ്ങി, ഒരു മോഡത്തിനകത്തൊരു സിമ്മും ഇട്ട് ഫുൾ ടൈം വൈഫൈ വഴിയാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അതാകുമ്പം എനിക്ക് അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം ഇത് അങ്ങനെ 25,000 രൂപ കൊടുത്ത് ഷോറൂമിൽ നിന്ന് വെച്ചാണ്. കാരണം ഷോറൂമുകാരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ ഗ്യാരണ്ടി തരത്തില്ല. അതാണ് സംഭവം. ഓക്കെ, അപ്പം വണ്ടി ഇപ്പോൾ ഏകദേശം 29,229 കിലോമീറ്റർ എന്ന് വെച്ചാൽ 29,229 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. സംഭവം സ്മൂത്താണ്. ഞാൻ എൻ്റെ ഇപ്പോൾ ഒരു 3 വർഷം ആവുന്നു. ജൂലൈ ആകുമ്പോൾ 3 വർഷം ആവും. 3 വർഷം ഉപയോഗിച്ചതിൻ്റെ ഒരു രീതി വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആണ്. ഞാൻ പല ലോങ് റൈഡുകളും പോയിട്ടുണ്ട്. ഇതുവരെ നമുക്കൊരു ക്ഷീണമോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചൊരു നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു കംഫർട്ടബിൾ കുറവോ ഉണ്ടായിട്ടില്ല. ഏത് ഓഫ് റോഡിൽ പോയി കഴിഞ്ഞാലും സംഭവം കയറിക്കോളും. ഇത് തന്നെയല്ല, ഇത് ഓട്ടോമാറ്റിക്കും കൂടിയാണ്. ഓട്ടോമാറ്റിക് ആയിട്ടും കൂടി ഇത്രയും പവറും. പിന്നെ നമ്മൾ എക്കോ മോഡലാണ് എപ്പോഴും ഓടിക്കാറുള്ളത്, കാരണം നമുക്ക് അത്രയ്ക്ക് പവർ വേണ്ടല്ലോ. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ആകെപ്പാടെ 13.4 കിട്ടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 13 അത്രേ കിട്ടത്തുള്ളൂ. ഈ പറയുന്ന ലോങ് പോവുകയാണെങ്കിൽ മാത്രമേ ഒരു 25-26 കിട്ടത്തുള്ളൂ. 26 കിട്ടത്തില്ല, 21-26 ആ റേഞ്ച്. കാരണം വെച്ചാൽ ഹൈവേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരേ ഗിയറിൽ എന്ന് വെച്ചാൽ 5th ഗിയറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25 കിട്ടും. ഇപ്പോൾ ഹൈവേയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 19 പ്രതീക്ഷിച്ചാൽ മതി, അല്ലെങ്കിൽ 21 പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട. കാരണം വെച്ചാൽ നമുക്ക് ആദ്യം വണ്ടി എടുത്ത സമയത്ത് പാലക്കാട് നൈറ്റ് റൈഡ് ആയിരുന്നു, 26 വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്ലൗപുങ്ക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിനകത്തിൽ ഓൾറെഡി നമ്മൾ VLC, സ്പോട്ടിഫൈ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മാക്സിമം ക്രോം വഴി യൂട്യൂബൊക്കെ ആണ് ഇതിനകത്ത് ഉപയോഗിക്കാറുള്ളത്. വേറെ എന്താ പറയുക, ഈ ഇൻഫർടൈൻമെൻറ്റ് കൊണ്ട് ഇതാണ് അത്യാവശ്യം കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളത്. ഈ ബ്ലൗപുങ്ക്റ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ക്രോസ് ലിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ചാത്തം കയറ്റി വെച്ച പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ടാറ്റ ടൈപ്പ് ആയിട്ടുള്ളത് ക്രോസ് ലിങ്ക്സുമായിട്ടാണ്. ക്രോസ് ലിങ്ക്സിൻ്റെ പുതിയ ഒരുപാട് വെർഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്തെ കംഫർട്ടബിൾ എന്താ പറയുക, അതുമായിട്ടാണ് നമ്മൾ താരതമ്യപ്പെടുത്തിയത്. ആ സമയത്ത് നമുക്ക് തന്നതുമായിട്ട്. ഇപ്പോഴത്തെ നമുക്കറിയത്തില്ല, നമ്മൾ പുതിയതിനെക്കുറിച്ച് പിന്നെ നോക്കാറുമില്ല. കാരണം ഇത് തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. പിന്നെ നമ്മൾ വേറെ ആക്കേണ്ട കാര്യമില്ല. പിന്നെ അതുപോലെ തന്നെ വണ്ടിക്കകത്ത് ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എങ്ങനെയാണോ അതേപോലെ മതി. പിന്നെ നമ്മളെല്ലാം മേടിച്ചത് ഓൺലൈൻ വഴിയായിരുന്നു. ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ റെയിൻ ഗാർഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രമേ ഈ വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ ആയിട്ട് അഡീഷണൽ ആയിട്ട് ഒന്നും നമ്മൾ ചെയ്ത് വെച്ചിട്ടില്ല. Okay guys, thank you for watching the video. See you soon.